ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീറ്റ്റൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ അതിനായിട്ട് 2 മീഡിയം ബീറ്റ്റൂട്ട് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ വലിയ ബീറ്റ്റൂട്ട് ആണെങ്കിൽ ഒരു 2 കപ്പ് ഗ്രേറ്റ് ചെയ്തത് എടുത്താൽ മതി. ഇതിപ്പോൾ 2 കപ്പ് ഗ്രേറ്റ് ചെയ്തത് ഉണ്ട്. 2 ചെറിയ ബീറ്റ്റൂട്ടായിരുന്നു. അതൊരു പാനിലേക്ക് ഇടുക. അതിലോട്ട് പച്ചമുളക് ചേർക്കുക. 1-2 പച്ചമുളക് ചേർക്കാം. 1 ചേർത്താലും മതി. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ 1 ചേർത്താലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം വെള്ളം ആവശ്യത്തിന് ചേർത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ 2 കപ്പ് ഗ്രേറ്റ് ചെയ്തതിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇത് ഈ വെള്ളമെല്ലാം വറ്റി വരണം. അപ്പോഴത്തേക്ക് ഈ ബീറ്റ്റൂട്ട് കുക്കായി കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇത് വറ്റി വരും. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ഞാൻ സാധാരണ പച്ചടിക്ക് കുറച്ച് തേങ്ങയും കൂടുതൽ തൈരുമാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങയും തൈരും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. തൈര് 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പോ 1.5 കപ്പോ അത് തൈരിൻ്റെ പുളിയൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീറ്റ്റൂട്ട് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബീറ്റ്റൂട്ട് അരച്ചെടുത്തിട്ട് ചേർക്കാം. ഞാനിപ്പോൾ അരച്ചെടുക്കുന്നില്ല. ഇതിലോട്ട് തന്നെ ഞാൻ അരച്ച തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ ജീരകം ചേർക്കാറില്ല. അപ്പോൾ ജീരകം ചേർക്കുന്ന ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ മാറണം. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചൂടാക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തിളച്ചു പോവും. അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചെറിയ പുകയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് തൈരും ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. തൈരാണെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാൽ ഒരുപാട് ലൂസായിപ്പോവും. ഒരു വിസ്ക് കൊണ്ടിട്ടിങ്ങനെ നന്നായിട്ട് അടിച്ച് അതിൻ്റെ കട്ടയൊക്കെ മാറ്റിയാൽ മതി. അപ്പം നല്ല കട്ടയായിട്ട് തന്നെ നമുക്ക് തൈര് കിട്ടും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ചൂടാക്കരുത്, തിളയ്ക്കരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഉപ്പൊക്കെ കറക്റ്റാണെന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ താളിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ താളിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത്, പിന്നെ കടുക് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഇഞ്ചിയും ഉള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഈ ചിമ്മിനിയിലുള്ള ലൈറ്റ് വൈറ്റ് ലൈറ്റ് അല്ലാത്തതുകൊണ്ടാണ് വേറൊരു കളർ പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. നല്ല കളറുള്ള ബീറ്റ്റൂട്ട് തന്നെയായിരുന്നു. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴും നല്ല കളറുള്ള ബീറ്റ്റൂട്ട് എടുത്താലേ ഈ കളറിൽ നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.